السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിനെ സ്മരിക്കുക എന്നത് വളരെ ശ്രേഷ്ഠകരമായ ഒരു ഇബാദത്താണ്. മനസ്സുകൊണ്ടും വാക്കുകളിലൂടെ ഉണ്ടാകുന്ന ദിക്റിലൂടെയുമാണ് ആ സ്മരണ സംഭവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ ചില വചനങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. سمرة بن جندب قال رسول الله صلى الله عليه وسلم أحب الكلام إلى الله أربع. അല്ലാഹുവിലേക്ക് ഏറ്റവും പ്രിയങ്കരമായ വചനങ്ങൾ നാലാകുന്നു. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഈ നാല് വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന വചനങ്ങളാണ്. അപ്പൊ നമ്മുടെ നാവിനാൽ അല്ലാഹുവിനെ സ്മരിക്കുമ്പോൾ ഇതെന്റെ റബ്ബിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എന്റെ റബ്ബ് എന്നിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന വാചകങ്ങളാണ് എന്നുള്ള നല്ല നിയ്യത്തോടു കൂടി അതിന് ഉരുവിടാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ പാപങ്ങളെ മായ്ക്കപ്പെടുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും. അൻ അനസ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ ബിശജറത്തി യാബിസത്തിൽ വറഖി ഫദറബഹാ ബിഅസാ ഫതനാസറ അൽവറഖ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തിന്റെ അരികിലൂടെ ഇങ്ങനെ നടന്നുപോയി. അപ്പൊ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കയ്യിലുള്ള വടി കൊണ്ട് അതിലിങ്ങനെ അടിച്ചു. ആ സന്ദർഭത്തിൽ അതിലെ ഉണങ്ങിയ ഇലകളെല്ലാം കൊഴിഞ്ഞു വീണു. അപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നൽ ഹംദലില്ലാഹി വസുബ്ഹാനല്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഈ നാല് കലിമത്തുകളുണ്ടല്ലോ, لتساقط من ذنوب العبد كما تساقط ورق هذه الشجرة. ഒരു അടിമയുടെ പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊടിച്ചു കളയും ഈ വൃക്ഷത്തിന്റെ ഇലകൾ പൊടിയുന്നത് പോലെ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നും നിസ്സാരമല്ല. എല്ലാറ്റിനും വളരെ ഗൗരവത്തോടു കൂടിയും പ്രാധാന്യത്തോടു കൂടിയും നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫضലുകളാണ് നാളെ പരലോകത്ത് ലഭിക്കുന്നത്. അതുപോലെ തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ കഴിയും, ഇത് സ്വർഗത്തിലേക്കുള്ള ഒരു കൃഷിയാണ് എന്ന്. അതുപോലെ തന്നെ ഈ ദിക്റിനാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് നന്മയായി അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തും. അതുപോലെ തന്നെ ഈ നാല് വചനങ്ങൾ നരകത്തിൽ നിന്നുള്ള സുരക്ഷയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്രയേറെ നന്മകൾ മറ്റൊരു ഹദീസ് നമ്മളൊക്കെ കേട്ട ഒരു സംഭവം, നന്മയുടെ തുലാസിൽ ഏറ്റവും ഭാരം കൂടുവാൻ കാരണമാകുന്ന ദിക്റുകളാണ്. അതുപോലെ തന്നെ സ്വതക്കയുടെ പ്രതിഫലം ഒരുപാട്, ഇതിന്റെ ഫضലുകൾ നമുക്ക് കാണുവാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയാത്തവർക്കുള്ള വചനമായിക്കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഈ നാല് വചനങ്ങളെയാണ്.
അപ്പോൾ ഇതിൻ്റെ വിശാലത നമ്മളെല്ലാവരും മനസ്സിലാക്കുക. മറ്റുള്ള ദിക്റുകൾ ഉൾപ്പെടുന്നതോടൊപ്പം അള്ളാഹ്ക്ക് പ്രിയപ്പെട്ട എന്ന് പ്രത്യേകമായി പറഞ്ഞ ഈ ദിക്റുകളെ കൂടുതൽ നമ്മൾ ഉരുവിടാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മഹത്വങ്ങളും ഫضലുകളും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.